അവസാനം സർക്കാർ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന് തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. 2023 ജസ്റ്റിസ് JB കോശി തൻ്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനും ഏതൊക്കെ നടപടികൾ ആവശ്യമാണ് തുടങ്ങി നിരവധി കാര്യങ്ങൾ അതിലുണ്ട്. അത് വളരെ വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനി പ്രഖ്യാപനത്തിന് ഒരാഴ്ച പോലും ഉണ്ടാവില്ല, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ റിപ്പോർട്ട് അംഗീകരിച്ചു എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ കളിയാക്കലാണ്. അതുതന്നെയാണ് സിറോ മലബാർ സഭയുടെ ഔദ്യോഗിക പ്രതികരണവും. റിപ്പോർട്ട് അംഗീകരിച്ചു എന്നതിൽ സന്തോഷമുണ്ട്. ഗവൺമെൻറ് ഒരു തുടർച്ചയാണ്, അടുത്ത ഗവൺമെൻറ് അത് ചെയ്യും എന്ന് വേണേൽ പ്രതീക്ഷിക്കാം. പക്ഷേ ഈ അവസാന ഘട്ടത്തിൽ 3 വർഷമായി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പൂഴ്ത്തിവെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ റിപ്പോർട്ട് എന്താ പബ്ലിഷ് ചെയ്യാത്തത്? ആദ്യത്തെ കാര്യം അതല്ലേ. ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നാൽ അതിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമുള്ളത്? ഉണ്ടെങ്കിൽ അത് പറയണ്ടേ? അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഭാഗികമായെങ്കിലും പബ്ലിഷ് ചെയ്യണ്ടേ? ഇതൊരു തരത്തിലും പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അത് വളരെ രഹസ്യാത്മകമായി വയ്ക്കുകയും അതിലൊരു തീരുമാനമെടുക്കാതിരിക്കുകയും ഏറ്റവും ഒടുവിൽ ഇങ്ങനൊരു തീരുമാനമെടുക്കുകയും ചെയ്യും. ഇവർക്കിനി നടപ്പാക്കാൻ എന്താ കഴിയുക? ഈ സർക്കാരിൻ്റെ പല കാര്യങ്ങളും അങ്ങനെയാണ്. അതുപോട്ടെ, ഇത് നടപ്പാക്കാൻ എവിടെയാണ് സമയമുള്ളത്? നടപ്പാക്കാൻ സമയമില്ല എന്ന് മാത്രമല്ല, ആളുകളെ ഒരുമാതിരി എന്താ പറയുക, കുഴപ്പത്തിലാക്കുക. എന്തോ ഇവർ ഭയങ്കരമായി കാര്യം ചെയ്തു എന്ന് പറയുക. ഈ സാധാരണ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കുറേ കല്ലിടലും കുറേ അതൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ ഇത് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ, 2023 റിപ്പോർട്ട് വന്നു, ചുരുങ്ങിയത് ആ റിപ്പോർട്ടൊന്ന് പബ്ലിഷ് ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് കുറേ കൂടി വിശ്വാസം സർക്കാരിൽ ഉണ്ടാകുമായിരുന്നു. ഇതിപ്പോൾ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തില്ല. റിപ്പോർട്ട് എന്താണെന്ന് ആർക്കും അറിയില്ല. അതൊരു തട്ടത്ത് വെച്ചിട്ട് ഈ അവസാന നിമിഷത്തിൽ എല്ലാം കഴിഞ്ഞ് തോട്ടം മുടിയാൻ കാലത്ത് പീച്ചം കൊലച്ച പോലെ എന്ന് പറയും. തോട്ടം എന്തായാലും മുടിയാൻ പോവാണ്. ആ മുടിയാൻ പോകുന്ന തോട്ടത്തിൽ ഇങ്ങനെ ചില മരങ്ങൾ കൊലയ്ക്കും. കാരണം ആ മരം വെട്ടാനും പറ്റില്ല, പിടിക്കാനും പറ്റില്ല. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്ന് പ്രതിപക്ഷം മാത്രമല്ല, ക്രിസ്തീയ സഭകളും അവരുടെ ഔദ്യോഗികമായ മാധ്യമങ്ങളും വരെ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഇതിനു മുമ്പ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, 3 വർഷത്തിനിടയിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെയാണ് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു സ്റ്റണ്ട് നമ്മൾ പറയും, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന് പറയും. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് നടത്തി ഈ വിഭാഗത്തെ കയ്യിലെടുക്കാൻ കഴിയും? എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിലെ ക്രിസ്തീയ സമൂഹം എന്ന് പറയുന്നത് വളരെ അറിവുള്ളവരും നല്ലോണം വിദ്യാഭ്യാസമുള്ളവരും വളരെ സംഘടിതരും അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നവരുമാണ്. അവരുടെ മുമ്പിലേക്ക് ഇതാ ഞങ്ങൾ JB കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചു. ഈ ഒരാൾ വോട്ടറാണെങ്കിൽ എന്താണ് JB കമ്മീഷൻ റിപ്പോർട്ടിൽ ഉള്ളതെന്നൊന്നും അറിയണ്ടേ? ആ റിപ്പോർട്ട് അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്ന് ജനങ്ങളെങ്ങനെ അറിയും? അപ്പോൾ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യാത്തടത്തോളം, അത് ചർച്ച ചെയ്യാത്തടത്തോളം, ഒരു റിപ്പോർട്ട് വന്നാൽ അത് നടപ്പാക്കാൻ തീരുമാനിക്കുന്ന അതിനെന്താ ചെയ്യേണ്ടത്? സാധാരണ ഗതിക്ക് ഇങ്ങനെ റിപ്പോർട്ട് വന്നാൽ വേറെ സബ് കമ്മിറ്റിയെ വയ്ക്കും. അതിലെ അഫക്റ്റഡ് ആളുകളുടെയും പ്രതിനിധികളുടെയും കൂടി ഒരു സബ് കമ്മിറ്റിയെ വയ്ക്കും. അവരെയും കൂടി വിളിച്ച് ചർച്ച ചെയ്ത് ഇതിങ്ങനെയാണ്, ഇതിൽ ഇന്ന നടപ്പാക്കാൻ പറ്റും, ഇന്ന നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറയും. ഒരു കമ്മീഷൻ്റെ എല്ലാം നടപ്പാക്കാൻ ഒരിക്കലും പറ്റില്ലല്ലോ. അവർ ചില നടപ്പാക്കാൻ പറ്റാത്തതുണ്ടാവും, ചില നടപ്പാക്കാൻ പറ്റുന്നതുണ്ടാവും. യഥാർത്ഥത്തിൽ ഒന്നും നടപ്പാക്കാൻ ഇവർക്ക് തയ്യാറല്ല എന്നല്ല ഇതിൽ നിന്ന് വരുന്നത്. ഞങ്ങളൊന്നും നടപ്പാക്കാൻ തയ്യാറല്ല, വേണമെങ്കിൽ അടുത്ത ആളുകൾ വന്ന് ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന ഗവൺമെൻറ് ആരായാലും അവരുടെ തലയ്ക്ക് ഇതിട്ടിട്ട് ഇവർ പോവാണ്. അപ്പോൾ പ്രശ്നം എന്താ? ഇതിൽ വളരെ ഗൗരവതരമായൊരു കാര്യം, ഇത്തരം വഞ്ചനാപരമായ നിലപാട് ഒരു ഗവൺമെൻറ് എടുക്കാമോ? ഇതിപ്പോൾ ഇന്നലെ തീരുമാനിച്ചൊരു കാര്യമാണ്, ഞാൻ സമ്മതിച്ചു. ഇന്നലെയാണ് റിപ്പോർട്ട് വന്നത്. ഇപ്പോൾ എന്താ ചെയ്യുക? ഞാനൊന്ന് അംഗീകരിച്ചു. എന്നാൽ പോലും അത് പുറത്തുവിടുക എന്നുള്ളത്, അത് സുതാര്യമായി ഒരു പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുക. ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഭാഗികമായെങ്കിലും പുറത്തുവിട്ടു. ഈ റിപ്പോർട്ട് എന്താ പുറത്തുവിടാത്തത്? ഇതാരാ? സർക്കാരിൻ്റെ പണം മുടക്കി ഉണ്ടാക്കിയ റിപ്പോർട്ടല്ലേ? സർക്കാർ ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ വെച്ചുണ്ടാക്കിയ റിപ്പോർട്ടല്ലേ? ഈ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ സർക്കാരിന് എന്താ കുഴപ്പം? ഈ റിപ്പോർട്ട് പുറത്തുവിട്ടാൽ അതിലെ ആവശ്യങ്ങൾ വരും. അതിലെ ആവശ്യങ്ങൾ വന്നാൽ ഇവർക്ക് മറുപടി പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതെല്ലാം ഒളിച്ചു വെക്കണം. അപ്പോൾ മൊത്തത്തിൽ ഒരു
തരികട ഒളിച്ചുകളി ഇതിൻ്റെ പിന്നിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൽ JB കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് ഇതിനർത്ഥം. കാരണം ഇനിയിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇവിടെ മലമറിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ വഞ്ചന ഏത് സമൂഹവും തിരിച്ചറിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. JB കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയെന്ന് നാളെ ഇനി മാനിഫെസ്റ്റോയിൽ അല്ലെങ്കിൽ അവരുടെ ഭരണ നേട്ടങ്ങളിൽ എഴുതി വെച്ചാൽ ആ എഴുതി വെക്കുന്നത് മാത്രമേ ഉണ്ടാവൂ. കാരണം ഇത് ബാധിക്കുന്ന ആളുകൾ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ സാധനം എന്നറിയാത്തത് കൊണ്ട് അവർക്ക് ഇതിനോട് അനുകൂലിക്കണോ പ്രതികൂലിക്കണോ എന്നറിയില്ല. അതുകൊണ്ട് ഈ റിപ്പോർട്ട് നടപ്പാക്കി എന്നത് ഗവൺമെൻറ് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടമുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. കേരളത്തിലെ ക്രിസ്തീയ സഭകൾ വളരെ കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്നൊരു സഭയും അതിലംഗങ്ങളുമായതുകൊണ്ട് അവരുടെ അടുത്ത് ഈ പപ്പടാച്ചി ഒന്നും നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.